ഇന്ന് ചാച്ചാനെ കൂട്ടിയിട്ട് ഒന്ന് ടൗണിൽ പോകുന്നില്ല ചെയ്തിട്ട് ഷോപ്പിങ്ങും പിന്നെ കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പയ്യെ പറയട്ടാ. പക്ഷേ മൂഞ്ചി ഗൈസ്, എന്ത് മൂഞ്ചി എന്ന് ഞാൻ പറയാം. എല്ലാവരും ഫുൾ വർക്ക് സ്കിപ്പാക്കാതെ കണ്ടോക്കെ. അങ്ങനെ ഞാൻ ചാച്ച റെഡി ആയിട്ട് പോകുന്നില്ലത്. ഇത് ഞാൻ പോകുമ്പോൾ വാങ്ങി തന്നെ ഹെൽമെറ്റ് ഇട്ടതാ. എൻ്റെ വണ്ടി ഒരു ആഴ്ചയായിട്ട് കിടക്കുന്നില്ലത്, ശരിയാക്കിയത് മുണ്ടാതിരിക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ല, അപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയ ഹെൽമെറ്റ് ഇവിടെ ചെറുങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സോ അതിന് ബേജാറ് ഗൈസ്. എന്നാൽ ബേജാറ് പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന വിഷയമെങ്കിൽ സന്തോഷമുണ്ട്. പുറത്ത് പോകുന്നത് അതേ കണിക്ക് എന്താ പറയുക, ഹെൽമെറ്റ് ശരിയില്ല എന്ന് പറഞ്ഞാൽ ബേജാറുണ്ട്. ചാച്ച അവിടെ ഇരുന്നിട്ട് കുത്തിയിരുന്നിട്ട് ശരിയാക്കുന്നതിന് ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിയുന്നുണ്ട്. സോ എന്താ പറയല്, കുറേ ദിവസത്തിന് ശേഷം സ്റ്റാർട്ടാക്കുന്നതൊക്കെ ഉണ്ട്. കുറച്ചൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കിക്കറിലെല്ലാം ചോട്ടേണ്ടി വന്നു. എന്താ പറയുക, ഇല്ലെങ്കിൽ ഒന്നാമത് ശരിയാക്കിയിട്ട് വെച്ചിട്ട് യൂസ് ആക്കുമ്പോൾ അതിന് കുറച്ച് ഇതുണ്ടാട്ടീനു. ഇത് ശരിയാക്കി വന്നപ്പാടിന് ഞാൻ ഹോസ്പിറ്റലായി, വെള്ളം കയറി, ഒന്നും ആക്കാൻ പറ്റിയിട്ട. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടാകുന്നുണ്ടായിട്ടാ. പിന്നെ ഇവിടെ കിക്കറിൽ ചോട്ടി പിന്നെ എന്താ പറയല് സ്റ്റാർട്ടായി. പിന്നെ എന്താ പറയുക, അപ്പോഴേക്ക് പറയുന്നുണ്ട് വണ്ടി എടുക്കണം മച്ചു, ശരിയാക്കിയിട്ട് മൂലക്ക് ഇട്ടേക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ നല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താക്കല്, ഹോസ്പിറ്റലായി പോയല്ലേ. സോ അതുകൊണ്ട് ഒന്നാമത് പെരക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടാ. ഇത് ഒന്നാമത് അയ്യനും എന്നെ വിടുന്നുണ്ടായിട്ടാ. എനിക്ക് പുറത്തേക്ക് ചെയ്യാൻ പോട്ടെ, എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാ. സോ എന്ന് പറയല് അങ്ങനെ എന്താ വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കിയിട്ട് പോകുന്നില്ലത് കേട്ടാ. അയ്യനെ ഉറക്കിയിട്ട് പോകുന്നില്ലേത്. അയ്യനെ ഉറങ്ങുമ്പോൾ അമ്മ നീ എവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒസിയത്ത് തോന്നിയിട്ട് ഉറങ്ങിയത്. പക്ഷെ എന്തിയാക്കല്, എനിക്ക് പോണ്ടി വന്നു. ഏടെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലത്, വെരി വിടിമില്ല ഗൈസ്. ഒന്ന് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്, മെയിനായിട്ട് പോകാനുള്ളത് അതാ ഈ പെട്രോൾ അടിച്ചിട്ട് മെയിനായിട്ട് പോകാനുള്ളത് അക്ഷയയിലിട്ടാ. എന്താ വെച്ചെങ്കിൽ അയൻ്റെ ആധാർ കാർഡിൽ കുറച്ചൊരു ഇതുണ്ട്, സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ വെച്ചെങ്കിൽ സൺ ഓഫ് ആണ്ടാടുന്ന കെയർ ഓഫ് എന്നുള്ളത്. സോ അതെന്തെന്ന് അറിയില്ല, അതൊന്ന് ശരിയാക്കാനുണ്ട്. വേറെ എന്താ വെച്ചെങ്കിൽ റേഷൻ കാർഡിന് ഓനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായിന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയി. പക്ഷെ മൂഞ്ചക്കാര്യം എന്തെന്ന് മനസ്സിലാവണ്ടേ. ഇന്ന് സൺഡേ ഗൈസ്, ഞാൻ ഫുൾ എല്ലാ പ്രൂഫെല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റായിട്ട് അടുത്തുമ്പോൾ ചാച്ച പറഞ്ഞ് നീ എവിടെ പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ കുഞ്ഞിന് ഇതെല്ലാം ശരിയാക്കാനുണ്ട്. നേരെ ഏത് അക്ഷയം നിങ്ങൾക്ക് ഓപ്പൺ ഇല്ലതെന്ന് പോയെല്ലാം മൂടി. ആടെ എത്തുന്നവരെ ചാച്ച എന്നെ കൊലാകൊല ചെയ്തിട്ടിട്ടാണ് എത്തിച്ചത്. അതിനെ ട്രോളി കൊന്ന തന്നെ നാണക്കെട്ട് എന്ന് പറഞ്ഞാൽ നാണക്കെട്ട് ചാച്ചൻ്റെ മുമ്പിൽ. ഞാൻ എന്താ പറയുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൂഫെല്ലാം ബാക്കിയുണ്ടോ. ഇത് യെല്ലോ പ്രൂഫ് എന്തു പറയുക, നല്ല നീറ്റാണ് ക്ലീനായിട്ട് എടുത്ത് വെച്ച് ബാഗെല്ലാം എടുത്ത് പേരക്ക് നല്ല കീമ ഫുള്ള് ചെത്തിരി കീഞ്ഞത്. എന്താ പറയുക, ഞാൻ ഒന്നാമതായാൻ ഇപ്പോഴും എന്നെ വിടുന്നില്ലല്ലോ. സോ ഞാൻ വിചാരിച്ചത് എന്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ കാര്യവും ഒന്നിച്ചിട്ട് തന്നെ തീരട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെതും അതേ കണക്ക് കുറച്ച് ഷോപ്പിംഗ് ആക്കുന്നതെല്ലാം ഞാൻ ഒന്നിച്ചിട്ട് തന്നെ തീർക്കാവുന്ന എണിക്കുന്ന മുമ്പ് എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു. പക്ഷേ രണ്ട് കാര്യം നടന്നില്ല. ഷോപ്പിങ്ങായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിക്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചാച്ചക്കും കുറച്ച് സാധനം വാങ്ങാനാണ്. അങ്ങനെ നേരെ മുകളിൽ കയറി. അങ്ങനെ നമുക്കിടെ ഇങ്ങനെ നോക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്കും ഒരു തോർത്തിൻ്റെ ആവശ്യമുണ്ടായിന്, ചാച്ചക്കും ആവശ്യമുണ്ടായി. പക്ഷേ ഈ തോർത്തിൽ ഇങ്ങനെ വെള്ളം പോകുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ സംശയത്തിൽ നിന്ന്. പക്ഷെ അത് ഓൾറെഡി എനിക്ക് അങ്ങനത്തെ ഒരു തോർത്ത് ഉണ്ടായിരുന്നു ചെറുതുണ്ടാകുമ്പോൾ, ഒരു സ്കൈ ബ്ലൂ കളർ. അതിൽ വെള്ളമൊന്നും പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേണമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഇതൊന്നിച്ചിട്ട് നിൽക്കുമ്പോൾ വിചാരിച്ച് അതിൻ്റെ 6 റേറ്റ് സെയിം ആയിരിക്കും. പക്ഷെ അല്ല ഗൈസ്, അതും മൂഞ്ചി. എന്താ പറയുക, ഈ ദിവസം മുഴുവൻ മൂഞ്ചിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവർ ആംഗ്ലർ നല്ല പാങ്ങുണ്ടായിട്ടാ. ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, വാങ്ങിയില്ല, ഓൾറെഡി ഉണ്ടായത് കൊണ്ടിട്ടാ. ഒന്നാമത് എനിക്ക് ആംഗ്ലർ കണ്ടാൽ മതി, അപ്പം അത് എടുത്തിട്ട് കളിക്കാൻ ഇടലും ഉണ്ടാവും, കണ്ടത്തിലെല്ലാം ഇട്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് വാങ്ങാത്തത്. കുറച്ച് വലുതായിട്ട് പിന്നെ എന്നെ നേരെ സെറ്റാക്കി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. പിന്നെ ചാച്ചക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുന്നില്ല ഇത് കേട്ടാ. ശേഷം വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ച് അത്യാവശ്യമുള്ള മാത്രം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നില്ല എത്തിട്ടാണ്. ഞാൻ ഇടയിലത്തെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചാച്ച ഒരു സ്പൂൺ നോക്കുമ്പോൾ അത് വാങ്ങില്ല വെച്ചാൽ ഇതെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സാധനം കണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നും കേട്ടോ. സോ ചാച്ച വേർത്തായിട്ടുള്ളത് എന്തെങ്കിലും കുറച്ച് വലിയത് അങ്ങനെയെല്ലാം നോക്കുന്നില്ല. ഞാൻ ഈ കുഞ്ഞ് സാധനം ഒന്നിനും കൊള്ളാത്ത സാധനമല്ല ചാച്ച കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചാച്ച ഇത് നോക്കുന്നുണ്ടേനി. പിന്നെ ഞാൻ ഇവിടെ ഓരോന്ന് സാധനം ഇത് നമ്മളെ
എണ്ണയില്ല, എന്താ പറയുക, ദോശയിലെ ചുടുമ്പോൾ ദോശ കല്ലിനെല്ലാം ഒരുക്കുന്ന ഒരു എണ്ണ തേക്കുന്ന ആ സാധനം കേട്ടോ. നല്ല രസമുണ്ട് എന്നെ കാണുമ്പോൾ. പിന്നെ ഇതാ നമ്മൾ നേരെ എന്താ പറയല് ഈ ഗിഫ്റ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇടാണ് കേട്ടോ എൻ്റെ കണ്ണ് കുറച്ച് നേരം തള്ളിപ്പോയത്. എന്ത് പറഞ്ഞാൽ ഇടി ഓരോന്ന് വലിയ സംഭവിച്ച് തോന്നിയിട്ടാ, പക്ഷെ ഓരോന്നുണ്ടല്ലോ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനം ഉണ്ടായിട്ടാണ്. ഞാൻ കുറച്ച് നേരം ആടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിനി. കുറച്ച് നേരം അടുത്ത കുറച്ച് കളക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്ന്. പിന്നെ അപ്പോഴത്തേക്ക് ചാച്ച ഇടുന്നത് പറയല് ഒരു സാധനം നോക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഏതെന്നല്ല പറഞ്ഞിട്ട് നോക്കുന്നില്ലത്. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുക, ചാച്ചൻ്റെ ബാക്കിൽ നിന്ന് എടുക്കുക, എനിക്കും കുറച്ച് സാധനം ഇങ്ങനെ നോക്കുക. പിന്നെ നോക്കാനൊന്നും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, സോ ഇങ്ങനെ ഓരോന്നും നോക്കുക. എനിക്ക് അത് കണ്ട താഴെ ഒരു എന്താ പറയില്ല ഇതിന്, അത് ജാറ എന്ത് പറയല് നമുക്കറിയില്ല കേട്ടോ. നല്ല രസമില്ല. പിന്നെ എന്ത് പറയുക, ഇങ്ങനെ നോക്കുന്നു ചാച്ച അവരോട് സംസാരിക്കുന്നു, ഞാൻ ചാച്ചാൻ്റെ ബാക്കിൽ നിന്ന് നടക്കുന്നു. പിന്നെ ഈ സാധനം കണ്ടോ, പെർഫെക്റ്റ് അല്ലേ, ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കാണാൻ കുറച്ച് എസ്തറ്റിക് ലുക്കും ഇല്ലേ, ഉണ്ട്, കുറച്ച് ഉണ്ട് കേട്ടോ. കുറേ എസ്തറ്റിക്കില്ലെങ്കിലും കുറച്ചുണ്ട്. അയ്യനിട കണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കട്ടീന, എന്താക്കല് അയ്യനെ കൊണ്ടുവന്നിട്ടല്ല, നമുക്ക് കുറച്ച് നേരം കണ്ടുനോക്കാം. പിന്നെ എന്താ ഇതും നല്ല രസമില്ലേ, എങ്ങനെ ഓപ്പണാക്കി അതേ കണക്ക് വെച്ചിട്ടാ. പിന്നെ ഇവിടെയും കുറച്ച് ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ കഴിഞ്ഞൊരിക്കൽ വന്നിട്ടാകുമ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെനിക്ക് വലിയ ഓഫറായിട്ട് ഒന്നും തോന്നിയിട്ട കേട്ടോ. താഴത്തെ ആയെങ്കിലും മുകളിലെങ്കിലും എനിക്ക് വലിയ ഓഫേഴ്സായിട്ട് തോന്നിയിട്ട. പിന്നെ ഇതാ ഒരു സെക്ഷനിൽ പിന്നെ ഇതാ ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ, കുറച്ച് ബുക്കെല്ലാം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിട്ടാ. നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് നമുക്ക് മലയാളം അറിയില്ലല്ലോ, കണ്ണട ഞാൻ കുറേ ഇങ്ങനെ നോക്കി, പക്ഷെ ഇല്ല ഗൈസ്. പിന്നെ എന്താ ബില്ലാക്കി. പിന്നെ എന്താ പറയല് ചാച്ച ചെരുപ്പ് നോക്കുന്നില്ല തെട്ടാ, വാങ്ങണ വേണ്ടി നണ്ടിട്ട്. പിന്നെ ചാച്ച വേണ്ടപ്പാ നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങാന്നല്ല പറഞ്ഞിട്ട് നേരെ കിഞ്ഞിട്ട് പോകുന്നില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്കും കുറച്ച് സാധനം വാങ്ങണം. എനിക്ക് പമ്പസ് എന്തില്ലെങ്കിലും പമ്പസ് ഇല്ലാതെ പറ്റുന്നില്ല, എന്തോ ഒരു അവസ്ഥയായി പോയാൽ. മുമ്പ് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പറ്റുന്നില്ല, ഇപ്പം ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒന്നും പറ്റുന്നില്ല. പക്ഷേ പമ്പസ് ഇല്ലാതെ കുഞ്ഞിക്ക് ഇല്ലാതിരിക്കാനേ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. സോ അതിനും വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് മൈന് വേണത് പമ്പേഴ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അങ്ങനെ എന്താ പറയുക, ബില്ലാക്കിയിട്ട് പുറത്തേക്ക് പോകുമ്പോണ്ടല്ലോ, എന്താ ഈടെ ഇത് ഒരു സ്ഥലം കാണിച്ചരാ റാപ്പിച്ചാൻ്റെ ചറുമുറിയില്ല ആടെത്തി നേരെ ഷോപ്പിക്സിൻ്റെ ഇപ്പുറ സൈഡ് ആയത് കൊണ്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിട്ടോ, അവിൽ മിൽക്കിന് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായത്. 5:30 ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. കുറച്ച് നേരം ചാച്ച പോയിട്ടെല്ലാം ചോദിച്ചു. നീ ചാച്ചക്ക് മനസ്സിലായി എന്നെ കണ്ണു പോകുമ്പോൾ എന്ത് വേണ്ടേക്ക് ചെറുപ്പൊരു വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ വേണമെന്ന്. ചാച്ച ചോദിച്ചാൽ 5:30 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയല്, വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 4 മണിയായിട്ട് 5:30 വരെ എൻ്റെ കുഞ്ഞ് എണിക്കും എന്നല്ല പറഞ്ഞിട്ട് പേഴ്സ് നേരെ പോകുന്നില്ല. കറക്റ്റ് ടൈം അടുത്തുമ്പോൾ അയൻ അടിച്ചിട്ടുണ്ടായിട്ടാ. സോ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആക്കുക, ലൈക്ക് ആക്കുക, കമൻറ്റ് ആക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.